പക്ഷേ അബിൻ വർക്കി ഒന്ന് ഈ സംഭവം നടന്ന ഉടനെ ആദ്യം ഈ നാട്ടുകാർ തന്നെ പിടിച്ചുകൊടുത്ത ആദ്യത്തെ പ്രതിയുണ്ട് ദിനേശൻ. ഈ ദിനേശനും വിക്രം ചാലിൽ ശശിയും ഒക്കെ അന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ തന്നെ ഈ കാര്യത്തിൽ ഒരു കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെട്ട കെ സുധാകരൻ ഉൾപ്പെട്ട രാഷ്ട്രീയ ഗൂഢാലോചന പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നെ നമുക്കറിയാം ഈ കേസിന്റെ നാൾ വഴി തന്നെ പരിശോധിച്ചാൽ ആദ്യം ആന്ധ്രാപ്രദേശിൽ ഈ കേസ് നടക്കുന്ന സമയത്ത് ഇതിന്റെ ഗൂഢാലോചന ആംഗിൾ അന്വേഷിക്കുന്നു, SIT അന്വേഷിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഒങ്കോളിലെ സെഷൻസ് കോടതിയിൽ. പക്ഷേ അതിനുശേഷം ഇതിലെ ഗൂഢാലോചന അന്വേഷിച്ച് ഈ പറയുന്ന ആളുകളെ ഒന്നും ചാർജ് ചെയ്യാൻ അന്ന് ആന്ധ്രാപ്രദേശിലെ പോലീസ് തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് EP ജയരാജൻ ആന്ധ്രാപ്രദേശ് പോലീസിന്റെ അന്വേഷണം ശരിയായ നിലയ്ക്കുള്ളതല്ല എന്ന് ആക്ഷേപിക്കുകയും എല്ലാ കാര്യങ്ങളും ആന്ധ്രാപ്രദേശ് പോലീസ് അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇവിടെ ഒരു സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുകയൊക്കെ ചെയ്തത്. നിയമപരമായി അക്കാര്യത്തിൽ ഒരുപാട് വീഴ്ചകളുണ്ടെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചതുപോലെ അങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടത്. അവിടെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിന് ലീഗലായ ജുഡീഷ്യലി ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റെമഡി തേടണമായിരുന്നു എന്ന് കോടതി പറയുന്നുണ്ട്. അതിന്റെ നിയമപരമായ വശം. പക്ഷേ ഇന്ന ആളുകൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതിന് ഇറങ്ങിപ്പുറപ്പെട്ടത് എന്ന് പറഞ്ഞ ആളുകളുടെ മൊഴി എന്ന് പറയുന്നത് ഇപ്പോഴും രേഖയല്ലേ? അതായത് ശ്രീ അഭിലാഷ്, ആ കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ആന്ധ്രാപ്രദേശിലെ പോലീസ് FIR ഫയൽ ചെയ്തു. അതിനെ തുടർന്ന് അവിടുത്തെ സെഷൻസ് കോടതിയിൽ അതിന്മേലുള്ള വിചാരണ നടപടികൾ നടന്നു. അപ്പോൾ ആ വിചാരണ നടപടികൾ നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ക്രിമിനൽ കോൺസ്പിറൻസി 120B അന്വേഷിക്കാൻ ആ ആന്ധ്രാപ്രദേശിലെ കോടതി തന്നെ പറഞ്ഞു. അത് അന്വേഷിച്ചു. അതിനകത്ത് കെ സുധാകരൻ്റെ പേരോ MV രാഘവൻ്റെ പേരോ രാജീവിൻ്റെ പേരോ ഉണ്ടായിരുന്നില്ല. അതിനെ തുടർന്ന് ഇവർ ഹൈക്കോടതിയിൽ പോയി, അവിടെയും രക്ഷ കിട്ടിയില്ല. അതിനെ തുടർന്ന് ഇവർ സുപ്രീം കോടതിയിൽ പോയി, അവിടെയും രക്ഷ കിട്ടിയില്ല. അതിനിടയ്ക്കാണ് മീൻവൈൽ ടൈമിലാണ് ഈ കേരളത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട അതിന്മേൽ അന്വേഷണം നടത്തിയത്. ശരി, ഇപ്പം അങ്ങനെ ഒരു ഗൂഢാലോചന, ഇപ്പോൾ ശ്രീമതി PP ദിവ്യ പറഞ്ഞതുപോലെ 94-95 കാലഘട്ടത്തിൽ ഫോൺ റെക്കോർഡ് ഇപ്പോൾ കിട്ടുന്നത് പോലെ ഫോൺ റെക്കോർഡൊക്കെ വളരെ സുലഭമായി അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്നാൽ കേരളത്തിലെ പോലീസിനെ അന്വേഷിച്ച് ആ ഗൂഢാലോചന തെളിയിക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ശ്രീ അഭിലാഷ് ആ ഗൂഢാലോചന തെളിയിക്കാത്ത? ഇപ്പോൾ തൈക്കാട് ഗസ്റ്റ് ഹൗസ് കേന്ദ്രീകരിച്ച് MLA-മാരുടെ പേരുകളിലെടുത്ത് ഇവരുടെ ഈ രാഷ്ട്രീയ ആരോപണം, കാരണം ഇവർ ഉയർത്തിവിടുന്ന പടച്ചുവിടുന്ന ഈ കഥയ്ക്കനുസരിച്ചൊരു ഗൂഢാലോചന നടന്നിരുന്നുവെങ്കിൽ 96, 2001, 2006, 2011, 2016 മുതൽ 2023 വരെ 10-20 കൊല്ലം CPM ഭരിച്ചിട്ട് നിങ്ങൾക്ക് ആ ഗൂഢാലോചന തെളിയിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ ഗൂഢാലോചന സിദ്ധാന്തം വീണ്ടും ഈ ചാനൽ മുറിയിൽ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്ന പിന്നെ അത് മാത്രമല്ല ഞാനൊന്ന് പൂർത്തീകരിച്ചോട്ടെ. ഞാൻ താങ്കൾ സംസാരിച്ചില്ല. ഒന്ന്, താങ്കൾ ഈ പറയുന്നത് ഈ EP ജയരാജൻ വധശ്രമ കേസ്, അങ്ങനെ ഒരു വധശ്രമ കേസ് പോലുമില്ല. ശ്രീ അഭിലാഷിന് അറിയാമല്ലോ. കാരണം നിങ്ങൾ ഈ പറയുന്ന പ്രതികളുടെ മേൽ വധശ്രമത്തിന് കേസില്ല. നിങ്ങൾ ഈ പറയുന്ന പ്രതികളുടെ മേൽ 120B-യും 307 വകുപ്പും ചാർത്തിയിട്ട് അത് രണ്ടും കോടതി എടുത്തു കളഞ്ഞു. അവർക്കെതിരെ ആംസ് ആക്ടിലെ 2 വകുപ്പുകൾ ചേർത്ത് മാത്രമാണ് ഇവിടെ കേസെടുത്തിട്ടുള്ളത്. നിങ്ങൾ ഈ വധശ്രമം എന്ന് പറയുന്ന കേസ് പോലും നിലവിലില്ല. ഇനി ആ കേസ് ഉണ്ടാകാത്തത് എന്താണെന്ന് നിങ്ങളുടെ വക്കീലന്മാരോടും നിങ്ങളുടെ കേസ് അന്വേഷിച്ച പോലീസുകാരോടും അന്വേഷിച്ച് നോക്കണം. അതിനൊക്കെ ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, പിന്നെ ഈ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഇവിടെ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, CPM ഭരിക്കുമ്പോൾ ഞങ്ങളാരും ഇടപെടുന്നില്ല. ശ്രീ PP ദിവ്യ, നിങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് ഈ മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യരുത്. ഒന്നാമത് കണ്ണൂരിൽ നിന്നല്ലേ നിങ്ങൾ സംസാരിക്കുന്നത്? ഈ കുഞ്ഞനന്തനെ എന്തിന്റെ പേരിലാണ് TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതിയാക്കപ്പെട്ടത്? അദ്ദേഹം ആ പ്രതികൾക്ക് സഹായം കൊടുത്തു എന്നുള്ളതിന് പേരിലാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ നിങ്ങളുടെ ആളുകൾ CPM-ന്റെ ആജ്ഞാനുവർത്തികൾ നിർദ്ദേശപ്രകാരമാണ് കൊലപാതകം നടന്നത് എന്നുള്ളത് കോടതി വിധി വ്യക്തമാക്കിയിട്ടും കോടതി പ്രതിയാണെന്ന് പറഞ്ഞിട്ടും ഏരിയ സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയും കോടതി പ്രതിയാണെന്ന് പറഞ്ഞിട്ട് അവരെ സംരക്ഷിക്കുന്ന CPM നാണോ ഉളുപ്പുമില്ലാതെ കോൺഗ്രസിനെ പഴിയാരാൻ വന്നാൽ അതൊക്കെ കേട്ട് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ ജനത എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അതും മാത്രമല്ല, ഇപ്പൊ P ജയരാജൻ കേസിനെ കുറിച്ച് നിങ്ങൾ ഒട്ടേറെ വാചാലയാവുന്നുണ്ടല്ലോ. പോയി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഓഫീസിൽ പോയി അന്വേഷിക്കും PP ദിവ്യ. കാരണം എന്താ? ആ വധശ്രമ കേസിലെ പ്രതികളെ കൊണ്ടുവന്ന് പൂവിട്ട് ചുവന്ന മാലയിട്ട് ഓരോ സർക്കാർ മന്ദിരങ്ങളിൽ പാർപ്പിച്ചപ്പോ അന്നൊന്നും നിങ്ങൾക്ക് ഈ വിഷമം ഉണ്ടായില്ലല്ലോ. അന്നൊന്നും നിങ്ങൾ ഈ കേസ് ഇവിടെ പറഞ്ഞ് ഞങ്ങളാരും കേട്ടില്ലല്ലോ. അപ്പോ സ്വയം ചെയ്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെ കുറിച്ച് പരിശോധിച്ചിട്ട് വേണം ബാക്കിയുള്ളവരുടെ കയ്യിലോട്ട് വരാൻ എന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കും. ഒറ്റ കാര്യം വ്യക്തമാ, ശ്രീ ജയേന്ദ്രൻ മാഷ് എത്രമാത്രം
ചെയ്യാൻ ശ്രമിച്ചാലും മറുപടി പറയാൻ അവസരം തരാം, ദിവ്യ. കൊല്ലമായിട്ട് ഞാൻ പൂർത്തീകരിക്കട്ടെ. അദ്ദേഹം കഴിയട്ടെ. മറുപടി താങ്കളുടെ സമയത്ത് താങ്കൾ പറഞ്ഞു, താങ്കളുടെ സമയത്ത് താങ്കൾ മറുപടി പറ. 29 കൊല്ലമായിട്ട് കെ സുധാകരന് നേരെ നിങ്ങൾ ആരോപിക്കുന്ന ഈ കേസിൽ ഒരു പ്രാവശ്യമെങ്കിലും കുറ്റവാളിയാക്കി വിചാരണ നേരിട്ട് അദ്ദേഹത്തെ നിങ്ങൾക്ക് എന്തുകൊണ്ട് പ്രതിയാക്കാൻ സാധിച്ചില്ല? ഇപ്പൊ നാൽപ്പാടി വാസു കേസ് ഇവിടെ പരാമർശിച്ചു പോയല്ലോ. നാൽപ്പാടി വാസു കേസിൽ കോടതി കൃത്യമായി പറയുന്നത് കെ സുധാകരനെ ആക്രമിക്കാൻ വന്നപ്പോ ഗൺമാൻ വെടിവെച്ചു വന്ന അതിന്റെ പേരിലാണ് കോടതി കുറ്റവിമുക്തമാക്കപ്പെട്ടത്. നിങ്ങളുടെ സർക്കാർ ഭരിച്ചില്ലായിരുന്നോ? നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പോലീസ് അല്ലായിരുന്നോ? നമ്മളാണോ അവിടെ ഏതെങ്കിലും തെളിവുകൾ നശിപ്പിക്കാൻ പോയത്? അപ്പോ നിങ്ങൾ കെ സുധാകരനെതിരെ കാലങ്ങളായി കണ്ണൂർ രാഷ്ട്രീയത്തിൽ തുടരുന്ന ആക്രമണമുണ്ട്. അത് ഫിസിക്കലായും മെന്റലായും പൊളിറ്റിക്കലായും ആ 3 ആക്രമണങ്ങൾക്കും കെ സുധാകരൻ വിധേയനാക്കപ്പെട്ടിട്ടില്ല. ഇന്ന് അതിന്റെ ഏറ്റവും അവസാനത്തെ സക്സസ് സ്റ്റോറിയാണ്. നിങ്ങൾ അക്രമത്തിന് എത്രമാത്രം ഇരയാക്കാൻ ശ്രമിച്ചാലും അതിനെയൊക്കെ വകഞ്ഞു വെച്ചുകൊണ്ട്, അതിനെയൊക്കെ കവച്ചു വെച്ചുകൊണ്ട് കെ സുധാകരൻ കേരള രാഷ്ട്രീയത്തിൽ അതിശക്തനായി തുടരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കോടതി വിധിയിൽ നിന്ന് വ്യക്തമാകുന്നത്.